നമസ്കാരം, ഞാൻ വിനോദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9 കൊണ്ടുള്ള ഹരണത്തിന്റെ ഈസി ട്രിക്ക് അല്ലെ, എളുപ്പ വഴിയാണ് പഠിച്ചത്. അതിലെ പാർട്ട് 1. ഇന്ന് നമുക്ക് പാർട്ട് 2 എന്ന് വെച്ചാൽ വ്യത്യസ്തമായ മറ്റ് കണക്കുകൾ നോക്കാം. ഇതുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഒരു കണക്ക് ഞാൻ കാണിച്ചു തരാം. 411 എന്നുള്ളത് ഇങ്ങനെ എഴുതണം. എന്നിട്ട് 9 കൊണ്ട് ഹരിക്കാൻ ചെറിയ സംഖ്യയാണ് കേട്ടോ. ഈ 4 അതേപടി ഇറക്കി എഴുതി. എന്നിട്ടോ 4 ഒന്നും കൂടെ കൂട്ടി 5 എന്ന് ഇവിടെ എഴുതി. ഈ 5 ഒന്നും കൂടെ കൂട്ടി 6 എന്ന് ഇവിടെ എഴുതി അല്ലേ. ഇങ്ങനെ ഓരോന്നും ഈ 4 അതേപടി ഇറക്കി എഴുതി. എന്നിട്ടോ ഈ 1 ഈ 4 കൂടെ കൂട്ടി 5 ഇവിടെ എഴുതി. ഈ 5 ഒന്നും കൂടെ കൂട്ടി 6 എഴുതി. എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുന്നു. 45.6 എന്ന്. ഇത് ഈ രീതിയിലുള്ള കുറെ കണക്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചു, പാർട്ട് 1. ഇപ്രാവശ്യം ഇനി ബാക്കിയുള്ളത് നമ്മൾ മറ്റ് വ്യത്യസ്തമായ രീതി. വ്യത്യസ്തമായത് എന്ന് വെച്ചാൽ കാണിച്ചു തരാം. 6234. 6234. ഈ കണക്ക് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ സംഖ്യ എപ്പോഴും താഴോട്ട് അതേപടി ഇറക്കി എഴുതിയാൽ മതി. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം? 6ഉം 2ഉം കൂടെ, ഈ 6 ഈ 2ഉം കൂടെ കൂട്ടുമ്പോൾ 8. പിന്നെയോ ഈ 8ഉം 3ഉം കൂടെ കൂട്ടണം. ഈ 8ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 11ന് 1. 1 ഇവിടെ എഴുതണം. എന്നിട്ടോ റിമൈൻഡർ 1 ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ എഴുതണം. പിന്നെ ഈ തൊട്ടിപ്പുറത്തെ സംഖ്യയുടെ മുകളിലും ഒരു 1 കൂടെ എഴുതണം. അപ്പോൾ 11ന് 1 എഴുതി, റിമൈൻഡർ ഇവിടെ എഴുതി, 1 എഴുതി. ആ 1 8ന്റെ മുകളിലും കൂടെ എഴുതണം, അല്ലെ തൊട്ട് ഇടതുവശമുള്ള സംഖ്യയും കൂടെ എഴുതണം. ഇനി ഇത് തമ്മിലല്ലേ കൂട്ടണ്ടേ? പ്ലസ് ചെയ്യുമ്പോൾ ഈ 1ഉം ഈ റിമൈൻഡർ 1ഉം കൂടെ കൂട്ടണം. 1 1 എത്രയാണ്? 2. 2 4 എത്രയാണ്? 6. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇനി എന്ത് ചെയ്യണം? ഒറ്റ സ്റ്റെപ്പും കൂടെ ഉണ്ട്. 6 ഈ 1 ഈ റിമൈൻഡർ 1ഉം കൂടെ കൂട്ടുമ്പോൾ 2. 8 1 9 6. ഇങ്ങനെ കൂട്ടും കൂടെ ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. 692.6. ഇങ്ങനെയാണ് ഉത്തരം. അടുത്തത് നോക്കൂ. 4865 ഭാഗം 9. 4865. ആദ്യം എന്ത് ചെയ്യണം? 4 ഇറക്കി എഴുതി അല്ലേ. ഇനിയോ ഈ 4 8ഉം കൂടെ കൂട്ടുമല്ലേ ഉണ്ടേ. 4 8ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 12. അപ്പൊ എന്ത് ചെയ്യണം? 12 4 റിമൈൻഡർ 1 ഉണ്ട്, അത് ഇവിടെ എഴുതി. ഇപ്പുറത്തെ സംഖ്യയുടെയും 1 എഴുതണം, അത് മറന്നു പോകരുത്. ഇനിയോ ഈ 2 1 3 3 6 9. 9 എഴുതി. ഇനിയോ ഇത് കൂട്ടിയപ്പം 2 1 3 6 9. ഇനിയോ ഈ 9 5ഉം കൂടെ കൂട്ടണം. 9 5 എത്രയാണ്? 14. 14ന് 4 ഇവിടെ എഴുതി, റിമൈൻഡർ ഇവിടെയും 1 എഴുതണം അല്ലേ. ഇങ്ങനെ എഴുതണ്ടേ. ഇനിയോ കൂട്ടാം. 4 1 5, 9 1 10, 3 1 4, 4 1 5 അല്ലേ. 4 1 5, 9 1 10, 3 1 4, 4 1 5. ഒരു സ്ഥാനം മാറ്റി കുത്തിരുമ്പോൾ 540.5 എന്ന് കിട്ടും. ഇനി അടുത്ത സംഖ്യ നോക്കാം. 5211 ഭാഗം 9. 5211 ഭാഗം 9. അപ്പോൾ എന്താ ചെയ്യണം? ആദ്യം 5 ഇറക്കി എഴുതി. ഈ 5ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യണം. 5ഉം 2ഉം എത്രയാണ്? 7. അതിന് ഒന്നും ശ്രദ്ധിക്കാനില്ല. പിന്നെ 7 1ഉം കൂടെ കൂട്ടണം, അത് എത്രയാണ്? 8. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 8 1ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 9 എന്ന് വരും. അപ്പോൾ അവസാനത്തെ സംഖ്യ 9, ഒറ്റയുടെ സ്ഥാനത്ത് 9 വന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ നോക്കിക്കേ. 5 7 8 ഒരു 0 ആക്കണം. അത് 9 0 ആക്കിയിട്ട് എന്ത് ചെയ്യണം? 8ന്റെ മുകളിൽ 1 എഴുതണം. ആ കാര്യം ഓർത്ത് തൊട്ട് ഇടതുവശമുള്ള സംഖ്യയുടെ മുകളിൽ 1 എഴുതി കൂട്ടണം. 0 8 1 9 7 5 കണ്ടോ. ഇങ്ങനെ 9 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത് 9 വന്നാൽ ഒരു 0 ആക്കണം അത്. എന്നിട്ട് ഇടതുവശം 1 ഇട്ട് എഴുതാം. എന്നിട്ട് കൂട്ടിയാൽ മതി. 579. ഒരു സ്ഥാനം മാറ്റി കുത്തിരുമ്പോൾ 579 കണ്ടോ. 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് ഇതല്ലേ. പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന സംഖ്യയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അടുത്ത സംഖ്യ കണ്ടോ. ഇത്രയും വലിയ സംഖ്യ 9 കൊണ്ട് ഹരിക്കണമെങ്കിൽ നമുക്ക് കുറേ സമയം വേണം. ഈ ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. നോക്കിക്കോ. 4 1 0 4 2 7. 4 അതെവിടെ ഇറക്കി നമ്മളിങ്ങനെ എഴുതി കേട്ടോ. ഈ 4 1ഉം കൂടെ പ്ലസ് ചെയ്ത് 5 എന്ന് എഴുതി. 5ഉം 0ഉം കൂടെ കൂട്ടി 5 എന്ന് എഴുതി. 5ഉം 4ഉം കൂടെ കൂട്ടി 9 എന്ന് എഴുതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവസാനം ഒറ്റയുടെ സ്ഥാനത്ത് 9 ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കഴിഞ്ഞ രീതിയിൽ ചെയ്യാവുള്ളൂ. ഇത് ഇടയ്ക്കുള്ള 9 ആണെങ്കിൽ അവിടെ എഴുതിയാൽ മതി. ഇനി 9ഉം 2ഉം കൂടെ കൂട്ടണം. 9ഉം 2ഉം എത്രയാണ്? 11 അല്ലേ. 11ന് 1 ഇവിടെ എഴുതണം. 11ന് ഇവിടെ ഒരു 1 എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു റിമൈൻഡർ എഴുതണം. ഈ തൊട്ടിപ്പുറത്ത് ഇതുണ്ടോ, ഇവിടെയും ഒരു 1 എഴുതണം. 9ഉം 2ഉം പാഴുന്നില്ലേ. പാഴുന്നതിന് 1 എഴുതി, റിമൈൻഡർ ഇവിടെ 1 എഴുതണം. തൊട്ടിപ്പുറത്തെ സംഖ്യയുടെ മുകളിൽ 1 എഴുതുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തതോ ഈ 1 1 എത്രയാണ്? 2. 2 7 എത്രയാണ്? 9 ആണോ. ഇപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 9 വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ?
9 വന്നാൽ അത് 0 ആക്കണം. 4 5 5 9 ഈ റിമൈൻഡർ 1 എഴുതിയേക്കണ മറന്നു പോകരുത്. 1 മുകളിൽ റിമൈൻഡർ എഴുതി 9 എന്നുള്ളത് എന്നാ ചെയ്യണം? 0 ആക്കണം. അതോടൊപ്പം തന്നെ മുകളിലൊരു 1 കൂടെ എഴുതണം. എന്നിട്ട് ഇത് ആഡ് ചെയ്യണം. ഈ സംഖ്യ ഒന്നുകൂടെ എടുത്ത് എഴുതിയതാണിത്. എന്നിട്ട് ഈ 0 ഇട്ടതിന് പകരം ഒരു 1 കൂടെ എഴുതി. 0 1 2 3 ഈ റിമൈൻഡർ കൂടെ കൂട്ടി വേണം പോകാൻ. ഇതായിട്ടുള്ള 1 2 3 9 1 10 1 5 1 6 5 4 ഇങ്ങനെ ഒരു സാധനം മാറ്റി കുത്തിട്ടു. അപ്പോൾ എത്ര വരും? 45 603 പോയിന്റ് ഇല്ലല്ലോ. ഇതാണ് ആൻസർ. ഉണ്ടോ? ഈ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ എളുപ്പത്തിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് വലിയ കാരണം ഈ ഇത്രയും വലിയ സംഖ്യയൊക്കെ 9 കൊണ്ട് ഹരിച്ചാൽ ചിലപ്പോൾ തെറ്റി ഇടയ്ക്ക് പോകും, അല്ലെങ്കിൽ കൂടുതൽ സമയം വേണം. നമുക്ക് എക്സാമിനൊന്നും കൂടുതൽ സമയം കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ 9 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കണമെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.